ഹലോ ഫ്രണ്ട്സ്, കേരള ഗവൺമെൻറ്റിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല വാർത്തയുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നോട്ടിഫിക്കേഷനാണ് കാറ്റഗറി നമ്പർ 576/2024 ആണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, പിന്നെ നെയിം ഓഫ് ദി പോസ്റ്റ് അസിസ്റ്റൻറ്റ് ഓഡിറ്റർ എന്നുള്ളതാണ്. സ്കെയിൽ ഓഫ് പേ 39,000-നും 83,000-നും ഇടയിലായിരിക്കും. നമ്പർ ഓഫ് വേക്കൻസീസ് ധാരാളം കാണും. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 36 വയസ്സിന് താഴെ ആയിരിക്കണം. അതായത് ജാനുവരി 2, 1988-നും 2006 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരാവണം. പിന്നെ സ്കെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിന് കുറച്ച് ഏജ് റിലാക്സേഷനുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന കാര്യം ഇതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷനാണ്. നിങ്ങൾക്കറിയാം, വേറെ LD ക്ലർക്കിനൊക്കെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഒരു ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇറ്റ്സ് ഇക്വലൻറ്റ് ഈസ് റിക്വയർഡ്. പിന്നെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാം അറിയാം, kerala.psc.gov.in മുഖേനയാണ്. പിന്നെ ദ സ്കീം ആൻഡ് സിലബസ് ഓഫ് ദി എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഡീറ്റെയിൽ സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി. പിന്നെ പ്രിലിമിനറി എക്സാമിനേഷനും ഉണ്ട്. മെയിൻ എക്സാമിനേഷൻ 2 പേപ്പേഴ്സും ഉണ്ട്. നിങ്ങൾക്കറിയാം, നേരത്തെയൊക്കെ ആണെങ്കിൽ ഒറ്റ എക്സാം ആയിരുന്നു. അതിൻ്റെ റിസൾട്ട്സ് അനുസരിച്ചുള്ള ഒരു റാങ്ക് ലിസ്റ്റ് ആയിരുന്നു തയ്യാറാക്കിയിരുന്നത്. പക്ഷേ ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് ആളുകൾ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആദ്യം ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്. അത് പേപ്പർ 1 ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സും ഉണ്ട്. പേപ്പർ 2 ഓൺലി 1 പേപ്പർ ഫോർ പ്രിലിമിനറി എക്സാമിനേഷൻ. പിന്നെ ഇംഗ്ലീഷ്, മലയാളം ഒക്കെ ഉണ്ട്. പിന്നെ അത് പാസ്സാവുന്ന ഏതാനും പേർക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനായിരിക്കും മെയിൻ എക്സാമിനേഷനിലേക്ക് എൻട്രി ഉണ്ടാവുക. അതിന് പേപ്പർ 1ഉം പേപ്പർ 2 ഉണ്ട്. സോ ഇതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 29/1/2025 ആണ് ലാസ്റ്റ് ഡേറ്റ്. സോ തനിയെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ മുതിർന്ന ആരുടെയെങ്കിലും സഹായം സ്വീകരിക്കുക. എത്രയും വേഗം തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അവസാന നിമിഷത്തിലേക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. അപ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മുമ്പ് തന്നെ എത്രയും വേഗം ചെയ്യുക. കാണണമെന്നുണ്ടെങ്കിൽ കേരള ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ പോവുക. അതിൽ ആദ്യത്തെ തന്നെ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ എന്ന് പറയുന്നതിനകത്ത് 60 പോസ്റ്റില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ 576/2024 കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇവിടെ കണ്ട ഡോക്യുമെൻ്റാണ് ഞാൻ കുറച്ച് മുമ്പ് ഷെയർ ചെയ്തത്. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.